ശക്തമായ മഴയിൽ തിരുവനന്തപുരം പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ പൊളിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണ്. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, ഈ മഴയെ തുടർന്നുള്ള നിരവധി അപകടങ്ങൾ അല്ലെങ്കിൽ മഴക്കെടുതികളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ മതിലിടിഞ്ഞു വീണതടക്കമുള്ള സംഭവങ്ങൾ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നത് കൂടിയാണ്. എന്താണ് പ്രദേശത്തെ അവസ്ഥ? എന്താണ് സംഭവിച്ചത്? ജിൽസി, തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ശക്തമായ മഴയുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് പട്ടം ഗേൾസ് സ്കൂളിന്റെ ക്ലാസ് മുറിയോട് ചേർന്ന ഒരു മതില് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണത്. ശക്തമായ മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ മതിൽ ഇടിഞ്ഞു വീണതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്, ക്ലാസ് മുറിയോട് ചേർന്നുള്ള ഒരു മതിലാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണിട്ടുള്ളത്. സ്കൂളിന്റെ PTA പ്രസിഡന്റ് ഇപ്പോൾ നമ്മോട് ചേരുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു? നമ്മൾ ഇത് ഇങ്ങനെ ചെറിയ പൊട്ടലൊക്കെ വന്നപ്പോൾ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് താഴെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഈ അടുത്ത ഇതിൽ ടെൻഡറിൽ ഇത് കെട്ടാം എന്ന് പറഞ്ഞിരിക്കുകയും ആ മരം മുറിച്ച് മാറ്റാനുള്ള ഇത് കൊട്ടേഷനൊക്കെ ആയിട്ടുണ്ട്. പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. ഇത് പിന്നെ സ്വകാര്യ വ്യക്തിയുടെ ഇതാണ്. ഇതിന് ഈ ഇടിഞ്ഞ ഈ മതില് ഇത് സ്വകാര്യ വ്യക്തിയുടേതാണ്. ഇപ്പൊ ഇടിഞ്ഞ മതിൽ സ്കൂളിൽ തന്നെ ഇത് കുറച്ചാണ് നമ്മുടേത്. ഈ ഭാഗം വരുന്നത് പകുതി കുറച്ച് സ്വകാര്യ വ്യക്തിയുടെ ആ മതിലുണ്ട്. അത് സ്വകാര്യ വ്യക്തിയുടെയും കൂടെയാണ്. നമ്മൾ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്കൂൾ തുറക്കുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ടായില്ലേ? അതിൽ ഈ മതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോഴും വേറെ കാണാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നിലവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും അങ്ങനെ ഒരു പ്രശ്നം, വെള്ളം എന്തോ താന്ന് ഇടിഞ്ഞതാണ്. കാലപ്പഴക്കം സംബന്ധിച്ച് നിങ്ങൾ പരാതിയോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ നിന്ന് കെട്ടി വരെയാണ്. അത് ഓരോ ലാപ്പായിട്ടാണ് ചെയ്യുന്നത്. അത് താഴെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ജിൽസി, ഇപ്പോൾ കുട്ടികളൊക്കെ പോകുന്ന ഒരു വഴി തന്നെയാണ് ഈ സ്കൂളിലേക്ക് പോകുന്ന വഴി തന്നെയാണ് സ്കൂൾ ക്ലാസ് മുറി പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ കുട്ടികളൊക്കെ കൈവീശി കാണിക്കുന്നത് നമുക്ക് കാണാം. കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന ഒരു മതില് ഈ മഴ ശക്തമായതിനെ തുടർന്ന് വീണിട്ടുള്ളത്. ഈ മതില് ദൃശ്യങ്ങൾ അങ്ങോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ മതില് മൊത്തത്തിൽ ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴാറുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ രണ്ടാമത്തെ ഒരു സംഭവമാണ്. ഈ പ്രവേശനോത്സവം ആരംഭിച്ചത് മുതൽ സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നതും അതിൽ അപകടം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ നേരത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഫിറ്റ്നസ് പൂർത്തീകരിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ആവർത്തിക്കുന്ന സ്ഥിതിയുണ്ട്. പ്രധാനപ്പെട്ട വഴിയാണ്, വലിയൊരു അപകടം തന്നെയാണ് എന്തായാലും ഒഴിവായിട്ടുള്ളത്. കുട്ടികൾ ഈ സമയത്ത് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് കുട്ടികൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ ക്ലാസ് മുറിയോട് അടുത്ത ഒരു മതിലായതുകൊണ്ട് തന്നെ ഈ അധികൃതരുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ കൃത്യമായി വേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജിൽസി, തീർച്ചയായും സഫാന, വലിയ അപകടാവസ്ഥയിലാണ് ആ മതിൽ കാണുന്നത്. പക്ഷേ ആ മതിലിന് ആ സമയത്ത് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇത്തരം അപകടാവസ്ഥയിലുള്ള കാര്യങ്ങളെ കൂടെ കരുതിയിരിക്കണം. പ്രത്യേകിച്ച് സ്കൂളിന് സമീപത്തൊക്കെയാണ്. എന്തായാലും വലിയ അപകടം ഒഴിവായതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.